നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയുന്ന വെച്ചാൽ കാർത്തിക, രോഹിണി, മകേരി, അതായത് ഇടവക്കൂറ് നക്ഷത്രങ്ങൾ, അവരുടെ ഫലത്തെ പറ്റിയാണ് ഈ ആഴ്ച പറയുന്നത്. അപ്പം അതും വലിയ മോശസ്ഥിതി ഇല്ലാത്ത ഒരു ഫലമാണ്. സങ്കടങ്ങൾ വലുതായിട്ടില്ലാത്ത ഫലമാണ്. സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഫലമാണ്. പ്രധാനമായിട്ട് ഈ കാർത്തിക, രോഹിണി, മകേരി എന്ന ആളുകാർക്ക് പലവിധേന രോഗാവസ്ഥകളുള്ള സമയമായിരുന്നേ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. പല വിധത്തിൽ രോഗാവസ്ഥകൾ, പല സ്ഥാനമാനങ്ങളിൽ നിന്നും മാറിപ്പോണ അവസ്ഥകൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ അല്പം കലഹങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രധാന സങ്കടാവസ്ഥകൾ ഉണ്ടായിരുന്നു ഇവർക്ക്, ഈ കാർത്തിക, രോഹിണി, മകേരി എന്ന ആളുകാർക്ക്. അപ്പോൾ അതിൽ നിന്ന് പ്രധാനമായിട്ട് അങ്ങോട്ട് മോചനം കിട്ടും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ചില രോഗാവസ്ഥകളിൽ നിന്ന്, ദന്തരോഗങ്ങൾ, പല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, കർണം ചെവിടായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, പിന്നെ നമ്മളുടെ തൊലിപ്പുറമേ വരുന്ന കുറേ അസുഖങ്ങൾ, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ നാളുകാർക്ക്. അപ്പം അതിൽ നിന്ന് പ്രധാനമായിട്ട് മോചനം കിട്ടും. അതൊരു വലിയ കാര്യമാണ്. പിന്നെ പല വിധത്തിലുള്ള സഹായഹസ്തങ്ങൾ കിട്ടും നമ്മൾക്ക്. ധനമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിലായിട്ട് ബന്ധപ്പെട്ട്, കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല ഇതിലുള്ള സഹായഹസ്തങ്ങൾ നമുക്ക് ലഭിക്കും. അതൊക്കെ ഗുണത്തിൽ വന്ന് ചേരുകയും ചെയ്യും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ തൊഴിൽ രംഗത്ത് അല്പം കലഹമുണ്ടെങ്കിലും അതെല്ലാം മേൽഗതിയിലേക്ക് തന്നെ പോകും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ഈ നാളുകാർ തൊഴിൽ രംഗത്ത് ചില കലഹങ്ങളുണ്ടെങ്കിൽ കൂടി അല്പം കൂടി മേൽഗതിയിലേക്ക് എത്തിച്ചേരും. ധനം വന്നു ചേരുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ വരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. അതിനുള്ള മനസ്സുണ്ട്, സന്ദർഭങ്ങൾ ഒത്തുവരുന്നുണ്ട്, അത് തുടങ്ങാൻ സാധിക്കും, ഒരു സംശയമില്ല. പിന്നെ പറയണമെങ്കിൽ ബന്ധുമിത്രങ്ങളൊക്കെ ആയിട്ട് ലോഹ്യാനുഭവത്തിന് സാധ്യതയുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നക്ഷത്രക്കാർ അലോഹ്യസ്ഥിതി ആയിരിക്കും. അപ്പോൾ അലോഹ്യസ്ഥിതിയൊക്കെ മാറി ലോഹ്യ അനുഭവത്തിലേക്കൊക്കെ സാധ്യതയുണ്ട്. ലോഹ്യാവും, സന്തോഷ സ്ഥിതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനൊക്കെ ഒരു സാഹചര്യങ്ങൾ വരുന്നുണ്ട്. സഹോദരങ്ങളായിട്ട് അല്പം കലഹസ്ഥിതിക്ക് സാധ്യതയുണ്ട്. എന്നാൽ കൂടി അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി ലോഹ്യമാകും. അങ്ങനെയൊക്കെ ഒരു സ്ഥിതിയുള്ള സമയമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ധനം ആരെങ്കിലൊക്കെ സഹായിക്കും. ധനം നമുക്ക് വന്നു ചേരും. ധാരാളം ധനം ഉപയോഗിക്കാൻ സാധിക്കും പല രീതിയിൽ, പല കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയുള്ള ഭാഗ്യങ്ങളുണ്ട്. പിതാവായിട്ടൊക്കെ ലോഹ്യങ്ങളുണ്ടാവും. എന്നാൽ കൂടി അതെല്ലാം പെട്ടെന്ന് യോജിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേരും. ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്. ആരെങ്കിലും മുഖേനയൊക്കെ നമുക്ക് ദൂരയാത്രകൾ പോകാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഗുണസ്ഥിതിയാണ്, ദോഷസ്ഥിതിയല്ല. പലവിധ ഗുണങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഗുണങ്ങൾ വന്നു ചേരും. പലവിധ ഗുണങ്ങൾ സന്താനങ്ങൾക്ക് വരും. പിന്നെ പറയണമെങ്കിൽ വിവാഹാദി കാര്യങ്ങൾ നോക്കണ ആൾക്കാർക്ക് അതൊക്കെ പെട്ടെന്ന് ആകും, നടക്കും. അതിനുള്ള അവസ്ഥകളുണ്ട്. പിന്നെ പഠനമായിട്ട് ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ബാധിക്കുമെങ്കിലും അതൊക്കെ തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ പഠനരംഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. എന്നാലും അതൊക്കെ മാറി കുറച്ചും കൂടി അഭിവൃദ്ധിയിലേക്ക് ആവും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പഠനരംഗത്ത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വരും. പിന്നെ പറയണമെങ്കിൽ കുറച്ച് ഏറ്റവും അടുത്ത മിത്രങ്ങളൊക്കെ ആയിട്ട് ലോഹ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വന്നു ചേരും. വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശ ജോലികൾ പെട്ടെന്നാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകും. നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പഠിക്കാനായിട്ട്, ജോലി സംബന്ധമായിട്ട് നല്ല രീതിയിലൊക്കെ വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് പോകാനും സാധിക്കും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്.
പിന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അലോഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതെല്ലാം മാറി ലോഹ്യസ്ഥിതിയിലേക്ക് വരും. കേസ് കാര്യങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടി ലോഹ്യസ്ഥിതിയിലേക്കൊക്കെ വന്ന് ജീവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ വിദേശത്ത് ജോലിയാക്കണ ആൾക്കാർക്ക് ആ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. പുതിയ ജോലി കാര്യങ്ങൾ വന്നു ചേരും. പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഗൃഹമായിട്ട് ബന്ധപ്പെട്ട്, വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട തടസ്സമുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് അല്പം കൂടി കഴിഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പം അത്ര അതിനൊന്ന് യോജിക്കുന്ന സമയം അല്ലെങ്കിൽ കൂടി അല്പം കൂടി കഴിഞ്ഞാൽ എനിക്ക് യോജിക്കുന്ന സമയമാവും. അപ്പോൾ ആ സമയത്ത് നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കും, പുതിയ വീട് പണിയാൻ സാധിക്കും, സ്ഥലം വാങ്ങാൻ സാധിക്കും. ഇതിനൊക്കെയുള്ള സഹായ ഹസ്തങ്ങൾ പല വിധേന വന്നു ചേരും. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. എന്നാലും ഈ നാളുകാർക്ക് പൊതുവെ ഒരു 185% സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ. ഇനി അഥവാ ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, വിഷമസന്ധി ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പാലഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കാം. ദുർഗാ ഭഗവതിക്ക് പാൽപായസം കഴിച്ച് പ്രാർത്ഥിക്കാം. മഹാദേവന് കരിക്കഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. കാർത്തിക, രോഹിണി, മകീരം നാളുകാർക്ക് ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, ദുർഗാദേവിക്ക് പാൽപായസം, മഹാദേവന് കരിക്കഭിഷേകം എന്നിവ കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും, ദുഃഖത്തിൽ നിന്നൊക്കെ മോചനം കിട്ടും. പിന്നെ ശത്രുക്കൾ അനവധി വരിക, ഹനിച്ചു പോകും, നശിച്ചു പോകും. ഇത്ര ദോഷങ്ങൾ ബാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ഒരു വരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. എങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യവും നടത്തിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ശത്രുക്കൾ ഇവരുടെ ക്ഷയിച്ചു പോകും. അതൊരു ഭാഗ്യസ്ഥിതിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണങ്ങൾ കൂടി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ നാളുകാർക്ക് ഭൂരിഭാഗവും നല്ല സമയമാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാ ഐശ്വര്യം തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടമാവുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ. എല്ലാവർക്കും ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.